പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. കൊല്ലം ചടയമംഗലം സ്വദേശി ബിനുവിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുക. കരൾ, വൃക്കകൾ, നേത്രപടലം എന്നീ അവയവങ്ങൾ ദാനം ചെയ്യും. ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹൃദയം ദാനം ചെയ്യില്ല. മറ്റുള്ള അവയവങ്ങൾ എടുക്കാനുള്ള ശസ്ത്രക്രിയ ആരംഭിച്ചു. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കൊണ്ടുപോകും. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വീണ്ടും മറ്റൊരു അവയവദാനത്തിന്റെ കഥയാണ്. എന്താണ് സംഭവിച്ചത് ബിനുവിന്? ഇപ്പോൾ ഹൃദയമൊഴികെ ബാക്കിയുള്ള അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്, അല്ലേ ഗോപാൽ? അതെ ഡോക്ടർ, മരണത്തിന് ശേഷവും മനുഷ്യർക്കുള്ളിൽ ജീവനായി ബിനു തുടിക്കും എന്നതാണ് നമുക്ക് ഏറെ ഈ വേദനയുള്ള നിമിഷത്തിലും പങ്കുവെക്കാനുള്ള ഒരു സന്തോഷമുള്ള കാര്യം. മാർച്ച് 10-ാം തീയതിയാണ് കൊല്ലം ചടയമംഗലം സ്വദേശിയായിട്ടുള്ള ബിനു വാഹനാപകടത്തിൽപ്പെടുന്നത്. ബിനു സഞ്ചരിച്ച ബൈക്ക് പാരിപ്പള്ളി പള്ളിക്കൽ റോഡിൽ വെച്ച് എതിരെ വന്ന ഒരു മാരുതി ഒമ്നി വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് അപ്പോൾ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും സ്ഥിതി ഗുരുതരമായതോടെ മാർച്ച് 11-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് മാർച്ച് 13-ാം തീയതിയാണ് ബിനുവിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. തുടർന്ന് കേസോട്ടോ അധികൃതരുമായി സംസാരിച്ച് കുടുംബം അവയവദാനത്തിനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആദ്യം നിശ്ചയിച്ചത് പ്രകാരം ഹൃദയം, 2 കിഡ്നി, കരൾ, അതിനോടൊപ്പം തന്നെ നേത്രപടലങ്ങൾ എന്നിവയായിരുന്നു കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് രാവിലെ 9 മണിക്ക് ഹൃദയം റോഡ് മാർഗം കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എന്നാൽ ചില സാങ്കേതിക ആരോഗ്യപരമായ കാര്യങ്ങൾ മൂലം അത് റദ്ദാക്കുകയായിരുന്നു. ഇപ്പോൾ കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കിഡ്നികളിൽ ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് കിംസ് ആശുപത്രിയിലേക്കുമാണ് കൈമാറുന്നത്. നേത്രപടലങ്ങൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും കൈമാറും. താങ്ക് യു. അപ്പോൾ വീണ്ടും മരണാനന്തര അവയവദാനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയും നിങ്ങളും നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്തിട്ടെങ്കിൽ അടിയന്തരമായി തന്നെ നിങ്ങൾ അധികൃതരെ കാണുക, അധികൃതർക്ക് നിങ്ങളുടെ സമ്മതം അറിയിക്കുക. നമ്മളൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ റോഡിലോ ഈ പോകുന്ന വഴിയിലോ ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്കൊക്കെ സംഭവിക്കാമല്ലോ. ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് മതി, അവിടെ നിന്ന് നിലയ്ക്കും. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങൾ മറ്റു ചില മനുഷ്യർക്ക് ഗുണകരമായി തീരും. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ അവയവദാനത്തിന് വേണ്ടിയിട്ട് സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതിൽ ചില മനുഷ്യരെങ്കിലും രക്ഷപ്പെടുമ്പോൾ ആ കുടുംബത്തിന് ഒരു ആശ്വാസമായിരിക്കില്ലേ?